കേരളത്തെ നടുക്കിയ വർഷങ്ങളോളം പോലീസിനെ ഇരുട്ടിൽ നിർത്തിയ ഒരു കൊടും കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്. രാത്രി ഏകദേശം 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഹരിപ്പാട് മുട്ടം നിവാസിയായ രഘു ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഗൾഫിലുള്ള സുഹൃത്ത് സുരനാണ് വിളിക്കുന്നത്. സുരന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു പരിഭ്രമമുണ്ടായിരുന്നു. നാട്ടിലുള്ള തന്റെ ഭാര്യ ജലജയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നതായിരുന്നു ആ ആധിക്ക് പിന്നിൽ. തൊട്ടടുത്ത വീട്ടുകാരനായ രഘുവിനോട് ഒന്നു പോയി നോക്കാമോ എന്ന് സുരൻ അപേക്ഷിക്കുന്നു. വെറുമൊരു സാധാരണ അന്വേഷണത്തിനു പോയ രഘു പക്ഷെ കാത്തിരുന്നത് കേരളം കേട്ട ഭീകരമായൊരു വാർത്തയായിരുന്നു. ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റും ടേൺസുമെല്ലാം അടങ്ങുന്ന ആ സംഭവം ഇപ്രകാരമാണ്. രഘു ജലജയുടെ വീട്ടിലെത്തുമ്പോൾ പുറത്തെ ഗേറ്റ് തുറന്നുകിടക്കുകയായിരുന്നു. അത് പതിവില്ലാത്തതാണ്. അപ്പോഴേ അയാളിൽ ഒരു അസ്വാഭാവികത മണത്തു. വീടിന്റെ വരാന്തയിലോ അകത്തോ ലൈറ്റുകളില്ല. കോളിംഗ് ബെൽ അടിച്ചിട്ടും മറുപടിയില്ലാത്തതിനെ തുടർന്ന് രഘു വാതിൽ തള്ളിനോക്കി. ലോക്ക് ചെയ്യാത്ത ആ വാതിൽ മലർക്കെ തുറന്നു. 11 മണിക്ക് ഒരു സ്ത്രീ തനിച്ചു താമസിക്കുന്ന വീടിന്റെ മുൻവാതിൽ തുറന്നുകിടക്കുന്നത് രഘുവിൽ വല്ലാത്തൊരു ഭയം നിറച്ചു. അയാൾ മുറികളിലെ ലൈറ്റുകൾ ഓരോന്നായി ഇട്ടുനോക്കി. വിളിച്ചിട്ടും ആളനക്കമൊന്നുമുണ്ടായില്ല. ഒടുവിൽ കിടപ്പുമുറിയിലെ ലൈറ്റ് തെളിച്ചപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. കട്ടിലിനടിയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ 51കാരിയായ ജലജയുടെ മൃതദേഹം. അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കോടിയ രഘു അയൽക്കാരെ വിവരമറിയിച്ചു. നിമിഷനേരം കൊണ്ട് ആളുകൾ തടിച്ചുകൂടി. അവർ മൃതദേഹം കാണാൻ തിക്കിത്തിരക്കി. എന്നാൽ അവിടെ രഘു കാണിച്ച വിവേകം എടുത്തു പറയേണ്ടതാണ്. അവിടെ കൂടിയ ആരോടും വീടിനകത്തേക്ക് കയറരുതെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെടരുതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വാതിൽ പുറത്തുനിന്ന് പൂട്ടി അയാൾ പോലീസിന് വിവരമറിയിച്ചു. പോലീസ് സംഭവസ്ഥലത്തെത്തി. പ്രാഥമിക പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു. ഇതൊരാസൂത്രിതമായ കൊലപാതകമാണ്. വീടിന്റെ വാതിൽ ബലമായി തുറന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. ജലജയുടെ സ്വഭാവമറിയാവുന്ന അയൽക്കാർ പറയുന്നു, അവർ പരിചയമില്ലാത്ത ആർക്കും വാതിൽ തുറന്നുകൊടുക്കാറില്ല. ജനലിലൂടെ നോക്കി ആളെ ബോധ്യപ്പെട്ടാൽ മാത്രമേ വാതിൽ തുറക്കൂ. അങ്ങനെയെങ്കിൽ കൊലയാളി അവർക്ക് നന്നായി അറിയാവുന്ന ആരെങ്കിലുമാകണം. വീടിനുള്ളിൽ പരിശോധിച്ചപ്പോൾ അലമാരകൾ തുറന്നിട്ട നിലയിലായിരുന്നു. സ്വർണമാലയും വളകളും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കാതിലെ കമ്മൽ അവരെടുത്തിട്ടില്ല. ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ജലജയ്ക്ക് പരിചയമുള്ള ഒരു വ്യക്തി നടത്തിയ മോഷണശ്രമത്തിനിടയിലെ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. മറ്റൊരു വിചിത്രമായ കാര്യം, കൊലയാളി ക്രൈം സീൻ കഴുകി വൃത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു എന്നതാണ്. വീട്ടിലുണ്ടായിരുന്ന ലൈസോൾ ഉപയോഗിച്ച് രക്തക്കറകൾ തുടച്ചുമാറ്റാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ രക്തം അധികമായതിനാൽ അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. ഒരുപക്ഷെ കൊലപാതക ശ്രമത്തിനിടയിൽ കൊലയാളിയുടെ ദേഹത്തും മുറിവുകളുണ്ടായിരിക്കാനോ, അതിലൂടെ നിലത്തുണ്ടാവാൻ സാധ്യതയുള്ള രക്തപാടുകൾ നീക്കം ചെയ്യാനോ, കാൽപ്പാടുകളും വിരലടയാളങ്ങളും ഉൾപ്പെടെ മായ്ച്ചു കളയാനോ ആയിരിക്കാം കൊലയാളി ശ്രമിച്ചതെന്ന് പോലീസ് വിലയിരുത്തുന്നു. അതിലയാൾ ഏറെക്കുറെ വിജയിച്ചുവെന്ന് വേണം കരുതാൻ. കാരണം കൊലയാളിയുടേതായി ഒരു വിരലടയാളം പോലും പോലീസിനവിടെ നിന്നും ലഭിക്കുകയുണ്ടായില്ല. ഇതിൽ നിന്നും കൊലയാളി വളരെ സമർത്ഥനായ ഒരു വ്യക്തിയാണ് എന്നൊരു വിലയിരുത്തലുമുണ്ടാകുന്നു. ജലജ ബംഗളൂരുവിലുള്ള മകളെ കണ്ട് നാട്ടിലെത്തി വെറും 3-ാം ദിവസമാണ് ഈ ദുരന്തം സംഭവിച്ചത്. മകളുടെ വിവാഹ ഏർപ്പാടുകൾക്കായി ആ ദിവസങ്ങളിൽ ജലജ ബാങ്കിൽ നിന്നും ഒരു തുക പിൻവലിച്ചതായി മകൾ വെളിപ്പെടുത്തി. ഒരുപക്ഷേ കൊലയാളി ഈ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കാം വന്നത് എന്നൊരു അനുമാനവും മകൾ മുന്നോട്ടുവച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തലയ്ക്കേറ്റ കനത്ത ആഘാതമാണ് മരണകാരണം. കട്ടിയുള്ള എന്തോ വസ്തുകൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തിയ ശേഷം തലയണയോ മറ്റോ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് മരണം ഉറപ്പാക്കിയിരിക്കുന്നത്. മരണം നടന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കും 3 മണിക്കും ഇടയിലാണെന്ന് വ്യക്തമായി. അയൽവാസിയായ രഘു ഉച്ചയ്ക്ക് 1 മണിക്ക് ജലജയെ ജീവനോടെ കണ്ടിരുന്നു എന്നത് അയാളുടെ മൊഴിയിലുണ്ട്. പട്ടാപ്പകൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും അയൽവാസികളാരും ഒരു ചെറിയ ശബ്ദം പോലും കേട്ടില്ല എന്നുള്ളത് പോലീസിനെ കൂടുതൽ കുഴപ്പിച്ചു. തിരഞ്ഞെടുപ്പ് അടുത്തിരുന്ന ആ സമയത്ത് ഈ കൊലപാതകം വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കി. സമ്മർദ്ദം മൂത്ത് കൊലയാളിയെ കണ്ടെത്താനുള്ള തത്രപ്പാടിൽ നിരവധി പ്രദേശവാസികളും ബന്ധുക്കളും ലോക്കൽ പോലീസിന്റെ പീഡനങ്ങൾക്കിരയായി. പോലീസ് പരാജയമാണെന്ന മുറവിളി ഉയർന്നപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കൊലപാതകം നടന്നതായി പറയപ്പെടുന്ന ഉച്ചയ്ക്ക് 1:30 മണിക്കും 3 മണിക്കുമിടയിൽ ആ പ്രദേശത്തുണ്ടായിരുന്നവരെ മൊബൈൽ ഫോൺ സിഗ്നൽസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നു. ഒപ്പം ആ പ്രദേശത്തെ 1 ലക്ഷത്തോളം ഫോൺ കോളുകളും പരിശോധിക്കപ്പെട്ടു. എന്നാൽ സംശയമുള്ള ആരെയും കണ്ടെത്താനായില്ല. ഒടുവിൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ ഒരു പരാതി പെട്ടിവെച്ചു.
നടന്ന സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവർ അത് പോലീസിനോട് നേരിട്ട് പറയാൻ ഭയമുണ്ടെങ്കിൽ കത്തെഴുതി പെട്ടിയിൽ നിക്ഷേപിക്കാൻ പോലീസ് നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു. ആയിരക്കണക്കിന് കത്തുകളാണ് പെട്ടിയിൽ നിക്ഷേപിക്കപ്പെട്ടത്. ആ കത്തുകളെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചെങ്കിലും അതിൽ നിന്നും കൊലയാളിയിലേക്കെത്താനുള്ള ഒരു ലീഡ് പോലും ലഭിക്കുകയുണ്ടായില്ല എന്നുള്ളത് പോലീസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. കേസ് ഒരു കോൾഡ് കേസായി മാറി. കേസ് സിബിഐക്ക് വിടാനുള്ള മുറവിളികൾ പല ഭാഗത്തുനിന്നും ഉയർന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. ഇതിനിടയിൽ ഭരണം മാറി. പുതിയ സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചു. അവർ ഓരോ തെളിവുകളും പുനഃപരിശോധിച്ചു. അവിടെയാണ് നേരത്തെ വന്ന അന്വേഷണ സംഘങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ അവർ കണ്ടെത്തിയത്. വീടിന്റെ 2ാം നിലയിലെ ബാത്റൂമിൽ രക്തം കലർന്ന വെള്ളമുള്ളൊരു ബക്കറ്റും തുണിയുമുണ്ടായിരുന്നു. കൃത്യം നടത്തിയ ശേഷം സംഭവസ്ഥലം വൃത്തിയാക്കാൻ കൊലയാളി ഉപയോഗപ്പെടുത്തിയ തുണിയും ബക്കറ്റുമാണത് എന്ന് പോലീസ് അനുമാനിച്ചു. താഴെ ബാത്റൂം ഉണ്ടായിട്ടും കൊലയാളി എന്തിനിത്ര ബന്ധപ്പെട്ട് ഇത് മുകളിലേക്ക് കൊണ്ടുപോയി? താഴത്തെ ബാത്റൂമിൽ നിന്നുള്ള വെള്ളം പുറത്ത് പറമ്പിലേക്കാണ് പോകുന്നത്. എന്നാൽ മുകളിലത്തെ ബാത്റൂമിൽ നിന്നുള്ള വെള്ളം ഒരടഞ്ഞ ടാങ്കിലേക്കാണ് പോകുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഇതിൽ നിന്നും വീടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളയാൾ തന്നെയാണ് കൊലയാളിയെന്ന് പോലീസ് SIT ടീം ഉറപ്പിക്കുന്നു. SIT സംഭവസമയം ആ ഭാഗത്തെ ടവറിലെ ഫോൺ കോളുകൾ വീണ്ടും ഫിൽട്ടർ ചെയ്തു. ഉച്ചയ്ക്ക് 1:30 മണിക്കും 3 മണിക്കുമിടയിൽ ആ പ്രദേശത്തുണ്ടായിരുന്നവരിൽ പിന്നീട് നാടുവിട്ടുപോയവരെ പോലീസ് ലിസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് സജിത് ലാൽ എന്ന പേരിലേക്ക് അവർ എത്തുന്നത്. കൊല്ലപ്പെട്ട ജലജയുടെ അയൽവാസിയായ രഘുവിന്റെ സുഹൃത്തായ സജിത്ത് സംഭവദിവസം രഘുവിനെ ഫോണിൽ വിളിച്ചിരുന്നു. കൃത്യം നടന്ന സമയങ്ങളിൽ ആ പ്രദേശത്ത് അയാളുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ സജിത് ലാലിനെ മുൻപ് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഗൾഫിലുള്ള നമ്പറാണ് നൽകിയത്. കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന പഴയ നമ്പർ അയാൾ മറച്ചുവെച്ചു. ഇത് പോലീസിൽ സംശയം ജനിപ്പിച്ചു. ഇതുകൂടാതെ സജിത് ലാലിന് ജലജയോടൊരു താൽപ്പര്യമുണ്ടായിരുന്നു എന്ന കാര്യം സുഹൃത്തായ രഘുവിൽ നിന്നും പോലീസ് മനസ്സിലാക്കുന്നു. ഇത് സംശയം ബലപ്പെടുത്തി. സജിത് ലാൽ നിലവിൽ ഗൾഫിലാണ്. അയാളെ നാട്ടിലെത്തിക്കാൻ പോലീസ് അയാൾ അറിയാതെ ഒരു ബുദ്ധിപരമായ നീക്കം നടത്തി. അയാളുടെ സ്പോൺസറെ സ്വാധീനിച്ച് വിസയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അത് ശരിയാക്കാൻ ഉടൻ നാട്ടിൽ പോകണമെന്നും വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ച് നാട്ടിലെ എയർപോർട്ടിലിറങ്ങിയ സജിത് ലാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ആദ്യം സജിത് ലാൽ തനിക്കൊന്നും അറിയില്ലെന്ന് നടിച്ചെങ്കിലും സംഭവസമയത്ത് നടന്നിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദീകരിക്കുമ്പോഴുള്ള സജിത്തിന്റെ പതർച്ച പോലീസിന് തെളിവായി. ഒടുവിൽ SITയുടെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിൽ സജിത്തിന്റെ പ്രതിരോധം തകർന്നു. അങ്ങനെ അയാൾ ആ ക്രൂരകൃത്യം ചെയ്തത് താനാണെന്ന് കുറ്റസമ്മതം നടത്തി. സംഭവദിവസമായ ഓഗസ്റ്റ് 13, 2015 സജിത്ത് രഘുവിനെ കാണാനെത്തിയതായിരുന്നു. ഇരുവരും ചേർന്ന് മദ്യപിക്കാൻ പ്ലാനുണ്ടായിരുന്നു. എന്നാൽ സജിത്ത് എത്തിയ സമയത്ത് രഘു വീട്ടിലുണ്ടായിരുന്നില്ല. മദ്യലഹരിയിലായിരുന്ന സജിത്ത് തൊട്ടടുത്ത വീട്ടിൽ ജലജ തനിച്ചാണെന്ന് കണ്ട് അങ്ങോട്ട് ചെന്നു. അവന് നേരത്തെ തന്നെ ജലജയോടൊരു അഭിനിവേശമുണ്ടായിരുന്നു. രഘുവിനെ അന്വേഷിക്കാനെന്ന വ്യാജേന വീട്ടിനകത്ത് കയറിയ അയാൾ ജലജയോട് അപമര്യാദയായി പെരുമാറി. അവർ എതിർത്തതോടെ അവർക്കിടയിൽ വാക്തർക്കവും ബലപ്രയോഗവുമുണ്ടായി. ലഹരിമൂത്ത സജിത്ത് വീട്ടിലുണ്ടായിരുന്ന ഓട്ടുവിളക്കെടുത്ത് ജലജയുടെ തലയ്ക്കടിച്ചു. ജലജ അബോധാവസ്ഥയിൽ നിലത്ത് വീണപ്പോൾ തന്റെ കുറ്റം പുറം ലോകം അറിയാതിരിക്കാൻ അവൻ മുഖത്ത് തലയണയമർത്തി അവരെ ശ്വാസം മുട്ടിച്ചു മരണമുറപ്പാക്കി. മോഷണമാണെന്ന് തോന്നിക്കാൻ അലമാരയിലും മറ്റുമുള്ള സാധനങ്ങൾ വാരി വലിച്ചിട്ട് ആഭരണങ്ങളും പണവും കവർന്നു. തെളിവ് നശിപ്പിക്കാൻ ക്രൈം സീൻ കഴുകി. പക്ഷേ വിധി അയാൾക്കെതിരെ ചില അടയാളങ്ങൾ ബാക്കിവെച്ചു. സജിത്ത് പിടിയിലായെങ്കിലും കേസ് മറ്റൊരു ട്രാജഡിയിലാണ് അവസാനിച്ചത്. ജാമ്യത്തിലിറങ്ങിയ സജിത്തിനെ സ്വന്തം കുടുംബവും നാട്ടുകാരും പുറന്തള്ളി. സംഭവം നടന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും പോകുന്നതിന് പോലീസിന്റെ വിലക്കുണ്ടായിരുന്നു. അങ്ങനെ താൽക്കാലികമായി തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജ് മുറിയിലാണ് സജിത് ലാൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു നിമിഷത്തെ ലഹരിയിൽ ചെയ്ത തെറ്റിനെക്കുറിച്ചോർത്ത് അയാൾ നീറി. ഒടുവിൽ ആ കുറ്റബോധത്തിൽ തിരുവനന്തപുരത്തെ ആ ലോഡ്ജ് മുറിയിൽ സജിത് ലാൽ ആത്മഹത്യ ചെയ്തു. മരിക്കുന്നതിനു മുൻപ് അയാൾ ഒരു കത്തെഴുതി. ഞാൻ ചെയ്തത് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. എന്നോട് ക്ഷമിക്കണം. ലഹരി ഒരു മനുഷ്യന്റെ ജീവിതത്തെയും അവന്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല. ഈ കേസ് നമുക്ക് നൽകുന്ന പാഠം വ്യക്തമാണ്. മദ്യവും മയക്കുമരുന്നും വിവേകത്തെ നശിപ്പിക്കും. സജിത്ത് ഒരു കൊടും കുറ്റവാളിയായിരുന്നില്ല. പക്ഷെ മദ്യലഹരി അയാളെ ഒരു കൊലയാളിയാക്കി. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ക്രൈം സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.